ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ചക്കക്കുരു കുമ്പളങ്ങയും തക്കാളിയും ചേർത്തുള്ള ഒരു കറിയാണ്. ചക്കക്കുരു തൊലി കളഞ്ഞ് നടുകെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് കുക്കറിലേക്ക് ഇട്ട് വെള്ളവും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കാം. കുക്കർ അടച്ചു വെച്ച് 2 വിസിൽ വരെ ഒന്ന് വേവിക്കാം. ഇനി ഇതിലേക്ക് ഒരു കുമ്പളങ്ങയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. ഇനി അരിഞ്ഞു വെച്ചിട്ടുള്ള കുമ്പളങ്ങയെ കൂടി ചേർത്ത് കൊടുക്കാം. 3 പച്ചമുളക് ചേർക്കുന്നുണ്ട്. ഒരു തക്കാളിയുടെ പകുതി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കുക്കർ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇനി അരപ്പ് റെഡിയാക്കാം. 1/2 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ജീരകം ചേർത്ത് കൊടുക്കാം. 2 കഷ്ണം ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അല്പം വെള്ളവും കൂടി ചേർത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കാം. കഷ്ണങ്ങളൊക്കെ ഇപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ചു വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പൊന്ന് തിളയ്ക്കുമ്പോഴേക്കും നമുക്ക് കടുക് വറക്കാനായിട്ട് റെഡിയാക്കാം. ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് കടുക് വറക്കാം. കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി കൊച്ചുള്ളി, വറ്റൽമുളക്, കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടിയുടെ പച്ചമണം മാറിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് തക്കാളിയുടെ അരമുറി ചേർത്ത് കൊടുക്കാം. തക്കാളി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ സ്വാദിഷ്ടമായ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.